കുട്ടികൾക്ക് വസ്ത്രം എടുത്തുകൊടുക്കുമോ? ഇല്ല മോളെ, അങ്ങനത്തെ വസ്ത്രം എടുക്കാൻ പറ്റൂല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മൾ വെറുതെ വടിയെടുത്തിറങ്ങലല്ല, അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഇത് ഇസ്ലാമിന്റെ വസ്ത്രമല്ല, ഈ ജീൻസും ടീഷർട്ടും നമുക്ക് എടുത്ത് തരാൻ പറ്റൂല. ഇതിട്ടിട്ട് ഈ പെരയിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും, ചിട്ട് ഇതിലെ പൂതി തീർക്കാം, ഇതിലിട്ട് നടന്നോന്നല്ലാതെ ഈ പെരന്റെ അപ്പുറത്തേക്ക് മിറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റൂല എന്ന് നമുക്ക് നിലപാടെടുക്കാൻ സാധിക്കണം. അത് മക്കളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ കഴിയരുത്. ഇപ്പൊ എന്താ നമ്മുടെ നാട്ടിൽ പറ്റിയത്? പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെക്കാൾ നന്നായി പഠിക്കണ്ടെന്നല്ല, അതുകൊണ്ട് വാപ്പാർക്കൊക്കെ പെൺകുട്ടികളുടെ പ്രത്യേക സ്നേഹ. ഓൾ പഠിച്ചിന കുട്ടിയാണ്, ഓക്ക് എല്ലാത്തിലും A+. മറ്റോ തെണ്ടി തിരിഞ്ഞ് നടക്കുക, ഇവക്ക് എല്ലാത്തിലും A+. അതുകൊണ്ട് ഓളോടൊരു പ്രത്യേക ഒരു സ്നേഹ. ഓള് ജീൻസ് വേണമെന്ന് അറിയുമ്പോൾ ജീൻസ്, ഓൾ ടീഷർട്ട് വേണം, ഓൾ ടൂർ വേണമെന്ന് അറിയുമ്പോൾ എന്നാ ടൂർ. ഓൾ പഠിച്ചിന കുട്ടിയല്ലേ? അങ്ങനെ പഠിച്ച് വല്ലാത്ത പഠിപ്പായി ഇപ്പോ സഹോദരങ്ങളെ. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പിന്നെ നിങ്ങൾ വിളിച്ചു പറയോ, ഒരു നാൾ വിളിച്ചിട്ട് പറയാണ് മോള് കല്യാണത്തിന് സമ്മതിക്കില്ല, ഡോക്ടർ നിങ്ങളൊന്ന് കൗൺസിൽ ചെയ്യോ. ഞാൻ എന്ത് കൗൺസിൽ ചെയ്യാൻ, ഓക്ക് കല്യാണം വേണ്ടാത്തിന്? എന്തുകൊണ്ടാ സഹോദരങ്ങളെ? ജീവിതത്തിൽ അങ്ങനെ ഒരു നിലപാട് വന്നു. പഠിക്കണം, നന്നാകണം, കോഴ്സ് വേണം, ജോലി വേണം എന്നൊക്കെ അങ്ങനെ കുറെ 1000 വട്ടം പറഞ്ഞാണ്ട് പിന്നെ അവസാനം പിന്നെ ഇതൊന്നും ഇല്ലാതെ വീണിട്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? ആ പറയുന്നോടത്ത് നമ്മൾ നോക്കാം, ഒക്കെ വേണം. പക്ഷേ ഓല ചെയ്യേണ്ട കാര്യങ്ങൾ അത് ആ സമയത്ത് നമ്മൾ ചെയ്തെടുക്കണം. നമ്മളെന്താ വല്ലാതെ പൂതിയെപ്പിച്ചിരിക്കും. പഠിച്ചിനൊന്നും കുഴപ്പമില്ല, എത്രയും പഠിച്ചോടെ, എത്ര വലിയ ആളായിക്കോട്ടെ. പക്ഷെ എന്താ അറിയോ, അതിനും വേണ്ടി ബാക്കിയെല്ലാം കളഞ്ഞുകൊണ്ട് ദീനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഡേഞ്ചറാണ്. ഇപ്പൊ ഇന്ന് എന്താ നിങ്ങള് എല്ലാവർക്കും A+ ആണ്, എല്ലാം ആഗോളം എടുക്കാൻ വേണ്ടിയുള്ള A+ ആണ് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് ഈ പാവപ്പെട്ട ഈ ഓട്ടോറിക്ഷക്കാരും അതേപോലെ ഈ ദിവസക്കൂലി കൊണ്ട് ജീവിതത്തിൽ പഠിക്കാൻ കഴിയാതെ, ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് പഠിക്കാതെ പോയ കുറെ ആൾക്കാരുണ്ട്. ഓൽക്കൊന്ന് പഠിക്കാൻ സത്യത്തിൽ പൂതില്ലായിട്ടല്ല, പങ്ങളെ കെട്ടിച്ചാം, പിന്നെ പേരല്ല, അങ്ങനെ സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ടും പഠിത്തമൊക്കെ ഒഴിവാക്കി പണിക്ക് ചെറുപ്പത്തിലേ ഇറങ്ങിയ ആൾക്കാർ ബാപ്പാരായിട്ടുണ്ട്. ഇപ്പോ ഓലെ കുട്ടികൾ പഠിച്ചുമ്പോൾ ഓൽക്ക് ഭയങ്കര വിഷമാണ്. എന്റെ കുട്ടി പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളെ സിലബസിൽ എന്താ പറയുക, കേരള സിലബസിൽ വാരിക്കോരി മാർക്ക് കൊടുക്കുക. അപ്പോ കുട്ടികൾ വിചാരിച്ചത് എന്താ അറിയോ, ബാപ്പാര് വിചാരിച്ചത് ഭയങ്കര പഠിപ്പാണ് നമ്മളെന്നാണ്. എല്ലാം A+ കിട്ടുമ്പോൾ ഭയങ്കര പഠിത്താണ് കുട്ടിന്നാണ് ബാപ്പ വിചാരിച്ചത്. എന്നിട്ട് എന്താ വെച്ചാൽ +2 സയൻസ് എടുക്കും, എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടുപോയി ചേർത്തു, ഡോക്ടറാക്കാൻ. 3 4 എഴുതിയാലും കിട്ടൂല. എന്നിട്ട് കുടുങ്ങാണ് ആൾക്കാർ. ഇപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, 3 എൻട്രൻസ് എഴുതി കിട്ടിയിട്ടില്ല, ഇപ്പോഴും അതിനും കല്യാണത്തിന് സമ്മതിക്കണില്ല, വേറൊരു കോഴ്സിന് ഇനിയോള് പഠിച്ചണം എന്നാ, റിപ്പീറ്റ് ചെയ്യണം എന്നാ പറയണത്. നിങ്ങളൊന്ന് കൗൺസിൽ ചെയ്യൂ. മനുഷ്യന്മാർ കുടുങ്ങിക്കണം. നിങ്ങൾ വെറുതെ പറയല്ല, നിങ്ങൾ പുറത്തിറങ്ങി നോക്കി, A+ കിട്ടിയ പെരയിലൊക്കെ പണ്ടത്തെ പോസ്റ്ററും ഇതൊക്കെ പെരയുണ്ടാവും. എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ 3 4 വട്ടം എൻട്രൻസ് എഴുതി കിട്ടാതെ എന്നാ പിന്നെ വേറെ കോഴ്സിന് പോല. എന്നിട്ട് പറഞ്ഞെന്താ, എന്റെ ഇപ്പം പഠിച്ചോലും ഇപ്പൊ MBBS 3ാം കൊല്ലായി, ഇന്നെ പൈസ കൊടുത്ത് ചേർത്ത് തരുമോ വേറെ സാധു എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മോള് പറയണ എന്താ വെച്ചാല്, പുതിയ അനുഭവമാണ്. ഇപ്പൊ എന്താ പറയണ നിങ്ങള്, മോള് പറയാണ്, എന്തായാലും വാപ്പ എന്നെ കെട്ടിച്ചണല്ലോ, എന്നെ കെട്ടിച്ചണം, എന്തായാലും എന്നെ കെട്ടിച്ചും വെച്ച് കുറച്ച് സ്വർണം തരുമല്ലോ, അത് ഞാൻ തരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണപ്പം തന്നെ തന്നാളി, ആ കാശ് കൊണ്ട് എന്നെ സീറ്റ് ചേർത്താളി. ഏത് കുട്ടി പറയാണ്, നിങ്ങൾ ഇത്തിരി തരാന്ന് വിചാരിച്ചൊരു സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണപ്പം തന്നെ പൈസ ആക്കി തരിക, എന്നൊരു കോഴ്സിന് ചേർക്കുക. അപ്പൊ ഞാൻ കെട്ടിച്ചുമ്പോഴോ അപ്പൊ ചൊന്നും വേണ്ട വാപ്പ. അതിപ്പോ എങ്ങനെ നടക്കുമോ? കാരണം ഒരു കോഴ്സിന് ചേർത്താ പിന്നെ ആ പൈസക്ക് പോകില്ല, പിന്നെ അതിന്റെ അപ്പുറമുള്ള പൈസ കൊടുക്കേണ്ടി വരും. കാരണം ഒന്ന് പ്രീ ഡിഗ്രി കെട്ടിച്ചുമ്പോൾ മാറിയല്ല, ഡോക്ടറായി കെട്ടിച്ചുമ്പോ പിന്നെ ആ സ്റ്റാറ്റസിനാ കെട്ടിച്ചേണ്ടി വരാ. അപ്പൊ ചെലവ് കൂടുക ചെയ്യാം. നമ്മുടെ നാട്ടിലെ നടപ്പാ ഞാൻ പറഞ്ഞിട്ടോ. സംഭവം ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്, ഇപ്പൊ കുത്തിക്കൊണ്ടുപോകും. കാരണം ആർക്കും പെണ്ണ് കിട്ടാനില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞാണ്, പെണ്ണ് കാണാൻ പോയിട്ട് എന്താണ് മുട്ടായി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിരുന്നത്. അതായത് 2 വട്ടം മുട്ടായി കൊടുക്കാൻ പറ്റാതെ പിന്നെ ഓന്റെ ക്രൈറ്റീരിയ ഒക്കെ കുറച്ചു, ദറജൊക്കെ കുറച്ചു. ഇനി കറുത്താലും കുഴപ്പമില്ല, ചൊർക്കില്ലെങ്കിലും കുഴപ്പമില്ല, പെണ്ണായാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയതാ പെണ്ണ് കാണാന്. അപ്പോ മുട്ടായി വാങ്ങിയില്ലത്ര. അപ്പൊ എന്താ സംഭവം? ഇപ്പം പറഞ്ഞോളൂ, ജീൻസ് ഇടാൻ പറ്റൂല, ആകെ ഓനൊരു ഡിമാൻഡേ ഉള്ളൂ, ജീൻസ് ഇടാൻ പറ്റും, ജീൻസും തട്ടുവിട്ട് പുറത്തിറങ്ങരുത്, ബാക്കി എന്തും ആണില്ല. നിങ്ങൾ മുട്ടായി കൊണ്ടേക്കൂളി അറിയാം. എന്നിട്ട് മുട്ടായി കെട്ടിപ്പിടിച്ച് സാധു പെരി നൊളൊളിച്ചെന്ന് പറഞ്ഞത്. കാരണം ഇനി ഓൻ ഗൾഫിൽ പോയി വരുമ്പോ ഓന് 30 വയസ്സ് കഴിയുന്നു. ഇതൊക്കെ ചിരിച്ചാട്ടൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന അവസ്ഥയാണ്.
എല്ലാരും കൂടി പഠിച്ചണ്ടെന്നല്ല, പക്ഷെ എന്താ അറിയോ, ഈ മതബോധം എന്നൊരു സാധനം ഉണ്ട്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഇതിങ്ങനെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എന്താ ഇങ്ങനെ സംഭവിച്ചത്. കാരണം വാപ്പാർ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അപ്പൊ എന്താ ചെയ്യും, ഈ പെൺകുട്ടികളോട് പഠിച്ചപ്പോ എന്താ വെച്ചാല് വാപ്പാർക്കൊക്കെ സ്നേഹം കൂടി. ഓല് പറഞ്ഞ മോളല്ലേ, ടൂറല്ലേ, ജീൻസ് അല്ലേ, അപ്പൊ അവിടെ അല്ലേ ഉള്ളൂ. പക്ഷെ എന്താ നിങ്ങള് എപ്പോ നമ്മള് അള്ളാഹു റസൂലും വിരോധിച്ച കാര്യങ്ങളിലേക്ക് ചാഞ്ഞു പോയോ, നമ്മളെ അവസ്ഥ പിന്നെ മോശം. ഇപ്പൊ ഒരു സുഹൃത്ത് ചോദിച്ചു, ഈ പാട്ട് കേൾക്കണ എന്താ കുഴപ്പം? പാട്ട് ഒന്ന് ഹറാമാണ്. എന്തുകൊണ്ടാണ് അത് ഹറാമായത് നിങ്ങൾക്ക്? അത് സൂറത്തു ലുക്മാനിൽ കൃത്യമായിട്ട് പഠിച്ചോൻ പറയുന്നത് എന്താണ്, ലഹുവൽ ഹദീസിന്റെ കൂട്ടത്തിലാണ് പാട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പാട്ട് കേൾക്കണേ, ഈ യൂട്യൂബിലും ഫോണിലും എല്ലായിടത്തും പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, ഓർക്ക് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല. ഒരു പാട്ട് കേൾക്കണോ, എത്ര ഖുർആൻ കേൾക്കണ ചോദിച്ചോളി, ഒരായത്ത് പോലും ഓതാൻ ഒരു കയ്യിൽ ക്ഷമ കിട്ടൂല. കാരണം എന്താപ്പോ നിങ്ങൾ ആദിന് സംഭവിച്ചത് എന്താണെന്ന് ഓനോട് ചോദിച്ചിട്ടെത്താ, ഓനത്തെ ആദ് അങ്ങനെ ഓതിയാലും ഒരു ഖുശൂഖ് വരൂല, ഒരു പേടി വരൂല. ആർക്കാണ് ഖുർആൻ ഹിദായത്ത് നൽകുക? ഹിദായത്ത് നൽകുക അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറുള്ളവനാണ്, സന്മാർഗം അന്വേഷിക്കുന്നവനാണ് ഖുർആൻ ഗൈഡൻസ് നൽകുള്ളൂ. അല്ലാതെ ആഖിറത്തുണ്ട് എന്ന് ബോധ്യമുള്ളവനാണ്, യൂഖിനൂൻ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കണവനെ ഖുർആൻ ഗൈഡൻസ് കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് എന്തായാലും കുറെ കൊതുകിനെ പറ്റി, എത്തപ്പോ എട്ടുകാലിനാ ചോദിക്കാം. അതില് ഗൈഡൻസ് ആണെങ്കിൽ അള്ളാഹുവിൽ ശക്തമായ വിശ്വാസമാണ്, പരലോകത്തിൽ യഖീന് വേണം. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെട്ടവന്, ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുനിയാവിൽ അവസാനിക്കൂല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയവനാണ് ഖുർആനിൽ ഗൈഡൻസ് കിട്ടുള്ളൂ. പക്ഷെ എന്താ അത് മനസ്സിലാക്കിയ നമ്മൾ പക്ഷെ എന്ത് ചെയ്യാണ്, ഖുർആൻ വേണ്ട പോലെ പരിഗണിക്കണില്ല. അവിടെയാണ് നമ്മളെ പ്രശ്നം. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ ഖുർആൻ അവഗണിച്ചു. സഹോദരങ്ങളെ, ഇതൊക്കെ ഖുർആൻ എത്ര അറിയാം. നാളെ പരലോകത്ത് ചെന്നാൽ അവസ്ഥ എന്താ നിങ്ങള്, ആകെ സ്വർഗത്തിൽ ഒരേ ഒരു നിരാശയുള്ളൂ. സ്വർഗവാസിക്കുള്ള ഏക നിരാശ എന്താ നിങ്ങള്, കുറച്ചും കൂടി ഖുർആൻ പഠിക്കായിരുന്നു എന്നാണ്, കുറച്ചും കൂടി നന്നാകായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് ഖുർആൻ പഠിച്ച, ഖുർആൻ എത്ര അറിയോ അതിനനുസരിച്ചാണ് സ്വർഗത്തിൽ ദറജ ഉയരുക. അപ്പൊ ആകെയുള്ള സങ്കടം എന്തായിരിക്കും, കുറച്ചും കൂടി നന്നായിട്ട് ഖുർആൻ പഠിക്കാമായിരുന്നു എന്നൊരു സങ്കടം നാളെ സ്വർഗത്തിൽ ബാക്കിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഖുർആന്റെ പവറാണത്, ഖുർആന്റെ പവറാണ്. നിങ്ങൾക്ക് 23 വർഷം കൊണ്ട് ആ ലോകത്തിന്റെ മാപ്പ് തന്നെ മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല. പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി. എത്ര 800-700 കൊല്ലത്തെ പാരമ്പര്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളായ ഏറ്റവും വലിയ രാജാക്കന്മാർ, പ്രതാപികളായ രാജാക്കന്മാരുണ്ടായിരുന്ന, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അടക്കി വാണിരുന്ന 2 വലിയ സാമ്രാജ്യങ്ങൾ വെറും 130 വർഷത്തെ ഒരു സമൂഹം, സ്വന്തമായിട്ട് സൈന്യമൊന്നുമില്ലാത്തൊരു സമൂഹം വന്നിട്ട് അവരെ കീഴടക്കാണ്. അത് കീഴടക്കിയത് ഖുർആനാണ്. ആ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത്. അവര് മാറുകയാണ്. ഖുർആന്റെ ആയത്തുകൾ അത് കേൾക്കുമ്പോൾ അവർ മാറുകയാണ്. അതിനനുസരിച്ച് അവർ ജീവിതത്തെ മാറ്റുകയാണ്. അതിനൊന്നും തടസ്സമല്ല. ഈ ദുനിയാവിലെ ഒരൊന്നും അവർക്ക് എന്ത് തടസ്സമല്ല. അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൽപ്പിച്ചോ അത് അവർ അനുസരിക്കാൻ തയ്യാറാണ്. അതിന്റെ മുകളിലേക്ക് മറ്റൊന്നിനെ അവർ കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു നിലപാടിലേക്ക് എത്താൻ സഹോദരങ്ങളെ, ഇതിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കാണാം, ദുനിയാവിന്റെ ഒരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെന്നും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവനെ പോലെ നിങ്ങൾ പെരുമാറണമെന്നാണ്. പരലോകത്തിന്റെ കാര്യമാണെങ്കിലോ, നിങ്ങൾ വൈകുന്നേരം മരിക്കും. ഇപ്പൊ രാവിലെ എണീച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ മരിക്കും എന്ന് വിചാരിച്ചിട്ട് വേണം പരലോകത്തിന്റെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ. അതാണ് ഹദീസ്. പക്ഷെ ആൾക്കാരെന്താ മനസ്സിലാക്കിയ, നിങ്ങള് ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ദുനിയാവിൽ എന്നൊന്നും ജീവിക്കുന്നവനെ പോലെ ആകണം എന്ന് പറഞ്ഞാല് ഒരു പെരണ്ടാക്കുമ്പോൾ നല്ലൊരു പെരണ്ടാക്കണം, കാലാകാലം ഇവിടെ ജീവിക്കും എന്നുള്ള ഒരു പെരണ്ടാക്കണം എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ആൾക്കാർ വിചാരിച്ചത്. അങ്ങനെ അല്ല സഹോദരങ്ങളെ. ഒരു പെരണ്ടാക്കണം എന്ന് പെണ്ണുങ്ങൾ പറയാണ്, ഇളച്ചൻ പെരണ്ടാക്കി, മൂത്തച്ഛൻ പെരണ്ടാക്കി, ഓന്റെ പെരയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, നമ്മളെ പെരയെ നമുക്കൊരു പുതിയ പെര വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടല്ലോ, നമുക്ക് അവിടെ സ്ഥലല്ലേ, ഇവിടെ സ്ഥലല്ലേ, അത് വിറ്റിട്ട് എപ്പോൾ വേണമെങ്കിലും കേറ്റാലോ, ഒരു ഫ്ലാറ്റ് എടുക്കാലോ. അത് ധൃതി എന്തിനാ കൂട്ടുന്നത്? അതാണ് ദുനിയാവിന്റെ കാര്യത്തിൽ പരമാവധി ചവിട്ടി കുടിച്ചണം. ഒരു വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, നാളാകാം കുറച്ചുകൂടി പുതിയ മോഡൽ വണ്ടി ഇറങ്ങാണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾ ഇലക്ട്രോണിക് സാധനമൊക്കെ ചോദിച്ചാൽ, ഇലക്ട്രോണിക് സാധനത്തിന്റെ പ്രശ്നം എന്താ അറിയോ, അത് പെട്ടെന്നൊരു പൂജ്യം വരിക ചെയ്യാം. ഫോണ്, വാച്ച്, അത് ഞാൻ പറയും ഒരു 2 ദിവസം നമ്മൾ നോക്കാറ്, വാങ്ങി തരില്ല എന്ന് പറയാം, 2 ദിവസം നമ്മൾ നോക്കാറ്.
എന്നിട്ട് വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു 3 ദിവസം പറയും, 3-ാമത്തെ ദിവസം വാങ്ങുമെന്ന് പറയും, 2-ാമത്തെ ഇനി വേണ്ട അറിയും, ഒത്തുണ്ടല്ലേ ആ ഇനി വേണ്ട പറയും. അത്രേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സങ്ങനെ. ഇപ്പൊ ഒരു വാച്ച് ഓന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ഓന്റെ കൂട്ടുകാരൻ വാപ്പ പുതിയൊരു വാച്ച് കെട്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ ആ റെങ്കിൽ വന്ന് പറയണേ, ആ 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവും, മറ്റോ കെട്ടിയിട്ടുണ്ടാവില്ല. ഇനി വേണമെന്ന് വെച്ചാൽ ഇനി വേണ്ട, ഇനി വേറെ എന്തെങ്കിലും. അതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് സഹോദരൻ, ദുന്യാവിന്റെ കാര്യം വരുമ്പോ എന്താ അറിയില്ല, ചവിട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അതാണ് നിങ്ങൾ ദുന്യാവിൽ എന്തൊന്നും ജീവിക്കുന്നവരെ പോലെയാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്താണ് ചവിട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. വാങ്ങാലോ, സമയമുണ്ടല്ലോ. ആഖിറത്തിന്റെ കാര്യം വരുമ്പം വൈകുന്നേരം മരിച്ചണ പോലെ ഒരാളാണ്. അതെന്താ? ഒരു പള്ളിന്റെ സംഭാവനക്ക് വരികയാണ്, പേടുത്തൊടുക്കുക. അവിടെ ഈ മാസത്തെ കൊടുത്തു കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. ഈ പള്ളി എവിടെയാണ്? അത് ശരി, വേങ്ങരയാണ്. വേങ്ങര ഇപ്പോൾ അവിടെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു പള്ളി. എൻ്റെ പള്ളി എവിടെ? അവർ മദ്രസയാണ്. എന്ത് മദ്രസ? ലാസ്റ്റ് പോലെ മദ്രസയാണ്. ഇവഞ്ചോടെ മദ്രസ ഉണ്ടാക്കണത്, കുറെ എൻക്വയറി, മറ്റേ മദ്രസയിൽ എന്താ പഠിപ്പിച്ചത് ഒക്കെ ചോദിച്ചിട്ട് അവസാനം 10 രൂപ. ചോദ്യം കേട്ടതൊന്നും ഈ ബിൽഡിംഗ് തന്നെ സ്പോൺസർ ചെയ്യുന്നു. ഞാനൊരു മദ്രസന്റെ പിരിവിന് പോയി, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പിരിച്ചത് ഇഷ്ടമല്ല, പക്ഷെ എന്നെ ഒരാൾ നിങ്ങൾ വന്നാൽ പൈസ തോനെ കിട്ടുന്നിട്ട് എന്നെ കൊണ്ടുപോയത്. വലിയൊരു ഇനോവയൊക്കെ എടുത്തോണ്ട് പിന്നെ അന്ന് പറഞ്ഞാൽ ഈ 2000 കാലഘട്ടം, എന്നാൽ വലിയ വണ്ടി ഇനോവ തന്നെയാണ് അന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചോദിച്ചാ പറഞ്ഞു, വേറെ ആളെ ഇനോവ കടടുത്തുകൊണ്ട് വന്നാൽ അത് വലിയ വണ്ടി പോയാൽ തോനെ കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്നും അറിയില്ല, ഇനി ആദ്യമായിട്ട് പിരിവിന് കൊണ്ടുപോവാണ്. വലിയ വണ്ടിയിൽ വന്നാലാണ് തോനെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഇനോവ കടം വാങ്ങിക്കാണ്ട് പിരിവിന് പോവുകയാണ്, മദ്രസ ഉണ്ടാക്കാനാണ്. അപ്പൊ വലിയൊരു പേരന്റെ മുമ്പിൽ നിർത്തി. കാരണം ഇവിടെ വലിയൊരു പൈസക്കാരുണ്ട്, നമ്മൾക്ക് പോയി വെക്കുക. അങ്ങനെ ഇതൊന്നുമില്ല, നമ്മളോട് ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്താണ്. അപ്പൊ അവിടെ കയറി മുട്ടി വെക്കാന്ന്. അങ്ങനെ ബെല്ലടിച്ചപ്പോൾ ഒരു പെണ്ണ് പുറത്തെത്തും, ഒരു സർവന്റെ വേലക്കാരിയെ തോന്നുന്നു. എന്നിട്ട് പറഞ്ഞു, ആളുണ്ട്, ആൾ ഉള്ളിലെ റൂമിലാണ്. വലിയൊരു ഇതാണ്, ഒരു കൊട്ടാരം പോലത്തെ വീടാണ്. ഉള്ളും പുറമൊന്നും നമുക്കറിയില്ല, ഉള്ളിൽ ആളുണ്ട് എന്നാണ്. അങ്ങനെ 10 മിനിറ്റ് ഒക്കെ വർത്താനം പറഞ്ഞു, നമ്മളെ വർത്താനം പറഞ്ഞ് നിൽക്കുക. അപ്പൊ ആളൊന്നും വരുന്നതാണല്ല. അപ്പൊ പെണ്ണ് പിന്നെയും വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഉപരി വന്നില്ല ചോദിച്ചു. അല്ല വന്നിട്ടില്ലായിരുന്നു. ഞാൻ പോയി പറഞ്ഞല്ലോ വരേക്കാരം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു, ഉള്ളിലേക്ക് ഇരുത്തി. അപ്പൊ ആദ്യം തന്നെ ഇനി മറ്റേ വന്നാൾ വന്നേക്കണത്, അത് ഡോക്ടർ മമ്മൂട്ടി, നിങ്ങളൊക്കെ അറിയുണ്ടാവും. അപ്പൊ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. അപ്പൊ ഞങ്ങളെന്താ ആവശ്യം? മദ്രസ ഉണ്ടാക്കാൻ വന്നു. അപ്പൊ ഉപരി ചോദിച്ചു, ആദ്യത്തെ ചോദ്യം തരങ്ങള്, അല്ല മദ്രസയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ, എന്താ നിങ്ങളൊരു മദ്രസന്റെ പ്രത്യേകത വെച്ചു? ഞങ്ങളെ മദ്രസന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങളെ കുട്ടിനെ ഏത് സ്കൂളിലും പഠിപ്പിച്ചാൽ, ഞങ്ങളെ മദ്രസയുടെ പ്രത്യേകത നിങ്ങളെ കുട്ടിനെ ഏത് സ്കൂളും, നിങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ കൊണ്ടുപോയി. ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ മദ്രസ നോക്കിക്കാണ്ട് സ്കൂളിൽ ചേർത്തുമ്പോൾ സ്കൂൾ മോശമാകുകയാണ്. ഈ വലിയ പഠിപ്പില്ല ആൾക്കാരതാ ചിന്തിക്കുക, ക്രിസ്ത്യൻ സ്കൂളിലല്ല അത്ര ഉസാറ് മറ്റേ സ്കൂളിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ മദ്രസ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ചേർത്താനും വെച്ചാൽ നിങ്ങൾ ഏത് സ്കൂളിൽ കൊണ്ട് നിങ്ങളെ കുട്ടിനെ പഠിപ്പിച്ചോളി. പക്ഷെ ഞായറാഴ്ച നിങ്ങളെ കുട്ടിനെ ഞങ്ങൾക്ക് തരണം, ബാക്കി ഞങ്ങൾ ശരിയാക്കുന്നു. അപ്പൊ ഇവിടെ മദ്രസ വരുന്ന ചോദിച്ചു, സ്ഥലം പറഞ്ഞു 5 ലക്ഷം റുപ്യ ചെക്ക് ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യണവരുണ്ട്. അപ്പൊ ഇതങ്ങനല്ല, ഇതിങ്ങനെ ഒക്കെ ചോദിച്ച അവസാനം 10 റുപ്യ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ ദീന് നമ്മൾ കൃത്യമായിട്ട്, ഇതിന് നമ്മളൊരു നിലയും വിലയുണ്ട്. ഇത് അള്ളാഹു ആകാശ ലോകത്തിന് നിറക്കിയതാണ്. ഇതിൽ നമ്മൾ ഒരു പ്രയാസം ഈ മതത്തിന്റെ പേരിൽ നമ്മൾ അനുഭവിച്ചിന് അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾ ആലോചിക്കി. 50 സഹാബിമാരുടെ അമലിന്റെ പ്രതിഫലം നമുക്ക് തരുമെന്ന് പറയുമ്പോൾ എത്രയാണ്? സഹാബത്തന്നെ ചോദിക്കണേ. ഇനി വരുന്ന തലമുറക്ക് ഒരു കുറച്ച് ആൾക്കാർ വരാണ്ട്, ഇനി ക്ഷമയുടെ നാളുകളാണ് വരാണെന്നാണ് നബി പറഞ്ഞത്. ക്ഷമയുടെ നാളുകൾ. ആ ക്ഷമയുടെ നാളുകളിൽ വരുന്ന ആളുകൾക്ക് 50 ആളുടെ പ്രതിഫലം ഉണ്ടാവും എന്നപ്പോൾ സഹാബത്ത് ചോദിക്കാണ്, ഞങ്ങളിൽ നിന്നുള്ള 50 ആണോ അവരിൽ നിന്നുള്ള 50 ആണോ? അപ്പൊ നിങ്ങളിൽ നിന്നുള്ള 50 ആളുടെ പ്രതിഫലം എന്നാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പറയണം, ഇത് നമ്മളെ ബാധ്യത. നമ്മളെ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരായതുകൊണ്ടാണ്, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരായതുകൊണ്ടാണ്. അതുകൊണ്ട് അതിലൊരു പേടി. നമ്മൾ എന്താണ് കാട്ടറബിയോ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഏതോ അപരിഷ്കൃത ജന്തുവോ എന്ന് നമ്മളെ കളിയാക്കിയാലും സഹോദരങ്ങളെ, നമ്മൾ അനുസരിക്കുന്നത് പടച്ചോന്റെ നിയമത്തെയാണ്, തോന്നിവാസത്തല്ല. ഓരോരുത്തരും തോന്നിയനല്ല നമ്മൾ അനുസരിക്കുന്നത്. അള്ളാഹു റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറുകെ പിടിക്കണം. ഈ ഖുർആൻ അതാണ് അള്ളാഹു ആകാശ ലോകത്ത് നമുക്ക് ഇട്ട് തന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. അത് വെറും ഓതി വിടാനുള്ളതല്ല. എത്രയോ തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്. പക്ഷെ ആ ആയത്ത് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനിക്കണമെങ്കിൽ അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? കഴിഞ്ഞ ഞങ്ങളുടെ നാട്ടില് പണ്ടൊരു അറബി കല്യാണത്തിനെത്തി.
അറബി. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കുറവാണ്. പണ്ട് തന്നെ അറബി ഒരാൾ ഗൾഫിക്ക് പോയാൽ അറബി എന്ത് ചെയ്യും, ഓൻ്റെ പെങ്ങളെ കെട്ടിച്ചാൽ സ്വർണ്ണമൊക്കെ നല്ല സ്നേഹമുള്ള അറബികളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ പെരിയിൽ കല്യാണം ഉണ്ടെങ്കിൽ സ്വർണ്ണം തരും. അപ്പം നമുക്ക് 5-6 പെൺകുട്ടികൾ പെങ്ങന്മാർ കെട്ടിച്ചാണ്ട് എന്ത് ചെയ്യും, സ്വർണം തരും കല്യാണത്തിന്. പിന്നെന്ത് ചെയ്യും, നല്ല വീട് വെക്കാൻ പൈസ തരും. പിന്നെ അങ്ങനെ ആഴ്ചക്ക് ഒരാൾ 6 പെങ്ങന്മാരെ കെട്ടിച്ചാൻ അറബി സ്വർണം കൊടുത്തു. നല്ല അറബിയാണ്, അയാൾക്ക് വീട് വെക്കാൻ. എന്നിട്ട് അയാൾ പിന്നെ മകനെ പറഞ്ഞയച്ചു. അങ്ങനെ ആ മകന്റെ കല്യാണത്തിന് അറബി വരികയാണ്. ആലോചിക്കുക, മകന്റെ കല്യാണത്തിന് ആരാണ് അറബി? ഇവന്റെ 6 പെങ്ങന്മാരെ കെട്ടിച്ചാൻ പണ്ടം കൊടുത്ത അറബിയാണ് വരുന്നത്. ഇവന് വീടുണ്ടാക്കാൻ പൈസ കൊടുത്ത അറബിയാണ് അവന്റെ പെരീക്കോന്റെ മകന്റെ കല്യാണത്തിന് വരുന്നത്. അങ്ങനെ അറബിയും ഇയാളിങ്ങനെ ഇരുന്ന് സോഫയിൽ ഇരുന്ന് ഇങ്ങനെ കുസുകുസു പറയുമ്പം മൂപ്പരമ്മ വന്നിട്ട് ചോദിക്കണ പോയതിന് ശേഷം, എന്താണ് അറബി എന്നോട് പറഞ്ഞത്? കാരണം അമ്മാക്ക് അത്രയും സ്നേഹമുണ്ട്. ആ അമ്മാന്റെ 6 പെൺകുട്ടികളെ കെട്ടിച്ചാലുള്ള സ്വർണം കൊടുത്ത് ഈ അറബിയാണ്. അപ്പൊ അമ്മാക്ക് അത്രയും സ്നേഹമുണ്ട് ഈ അറബിനോട്. എന്നിട്ട് ഇമ്മ ചോദിക്കാണ്, എന്താ മോനെ അറബി എന്നോട് പറഞ്ഞത്? അതെന്താ ആ സ്നേഹ കിറുവന്റെ അടയാളാണ്. അറബി എന്താ പറഞ്ഞത് എന്ന് അറിയാനുള്ള ആഗ്രഹം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ജഗന്നിയന്താവായ പടച്ചോന് സഹോദരങ്ങളെ, അവൻ പടച്ചോന്റെ കലാമാണ് ഖുർആൻ, പടച്ചോന്റെ സംസാരമാണ് ഖുർആൻ. അത് കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ കേടന്നല്ലേ. നമ്മൾ മനസ്സിലാക്കിയില്ല, നമ്മളത് അറിയാൻ ശ്രമിക്കണില്ല. അതിന്റെ മഹത്വം, അതിന്റെ വെളിം, അതിന്റെ ഗാംഭീര്യം അതൊക്കെ അറിയുന്ന ഒരു ദിവസം വരും. മേലെ മണ്ണ് മൂടുമ്പോ സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യാൻ ഒരവസരമില്ലാതെ കബറിൽ ലോക്കായി കിടക്കും. ഖബർ എന്ന് പറഞ്ഞാൽ വലിയ ലോക്കാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു. ഖബറിനെ പറ്റി കേട്ടാൽ അദ്ദേഹത്തിന്റെ കണ്ണീരിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റിട്ട് താടി രോമങ്ങളിലൂടെ വീഴുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. സഹാബത്ത് ചോദിച്ചു, എന്താണ് ഉസ്മാൻ, നരകത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴും പോലും ഇല്ലാത്ത കരച്ചിലും കണ്ണുനീരും, ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി പറയുമ്പോഴും എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ മറുപടി എന്താരോ, അല്ലാഹുവിന്റെ റസൂൽ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തെ ആദ്യത്തെ വീടാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കുന്നതാണ്. അവിടെ ഒരാൾ കുടുങ്ങിയാൽ അങ്ങോട്ടൊക്കെ കട്ടപ്പോകാൻ അതിന്റെ അപ്പുറത്തേക്ക് കട്ടപ്പോകേണ്ട. അതുകൊണ്ടാണ് ഞാൻ കരയണെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഖബർ എന്ന് പറഞ്ഞാൽ ലോക്കാണ്, ഒന്നും ചെയ്യാനില്ല. പിന്നെ കർമ്മങ്ങൾ ഒരു നിസ്കരിച്ചാൻ പറ്റൂല, ഒരു സുബ്ഹാനല്ലാഹ് ചെയ്യാൻ പറ്റില്ല. ഇനി വിചാരണ മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിക്കി, ആ വിചാരണയെ കാത്ത് നമ്മളിങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കി. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിക്കണ്, നമ്മൾ എത്രത്തോളം നിസ്കാരത്തില് നമ്മൾ താല്പര്യം കാണിച്ചിന്, നമ്മൾ എത്ര പലിശ വാങ്ങി, എത്ര പറ്റിച്ചിക്കണ്, എല്ലാം നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ അവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാവും. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാനോ ഒരു സുന്നത്ത് നിസ്കരിക്കാനോ ഒന്നിനും പറ്റാതെ ആ ഖബറിൽ ഇങ്ങനെ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥ അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ കാര്യമില്ല സഹോദരങ്ങളെ, അപ്പൊ ബോധ്യപ്പെട്ടൊരു കാര്യമില്ല. ഒരു ഖബറിന്റെ വക്കിലൂടെ നബി ഇങ്ങനെ സഹാബത്തിനായിട്ട് കടന്നു പോവുകയാണ്. അപ്പൊ ആ ഖബർക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയോ, എന്താണ് ഇയാൾ ആലോചിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്, എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സുണ്ടല്ലോ, നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ്സുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള നേരാണ്. ആ സുന്നത്ത് നിസ്കാരമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നാണ് ഈ ഖബറാളി ഇപ്പൊ ആലോചിക്കുന്നത്. അത് ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ ബാക്കി ആയുസുള്ള മനുഷ്യന്മാർക്കാ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അയാൾക്ക് ഖബറാളിക്ക് ഇനി ആയുസില്ല, ഇനി നിസ്കരിക്കാൻ പറ്റൂല. 2 റക്അത്ത് സുന്നത്ത് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? ഇങ്ങനെ നിങ്ങൾ ഒന്നും ഉണ്ടാക്കി കയറുമ്പോ ഇഖാമത്തിന് ടൈം നോക്കൂ, ഒരു 1.5 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചു. കാരണം നമുക്കറിയാം 1.5 മിനിറ്റ് കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ അറിയാം. ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് ഒരാൾക്ക് ബാക്കിയുള്ള ആയുസ്സിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞ് കിടക്കാണ്, ഖബറിൽ കിടക്കാണ്. ആ തിരിച്ചറിവ് നബി സഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. ആ സഹാബികൾ താബീകൾക്ക് പറഞ്ഞു കൊടുത്തു. അത് ഞമ്മക്ക് പറഞ്ഞു എന്തിന് ഞമ്മക്കാണ് ഇതിന് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ലോക്കാണ്, ഒരു അവസ്ഥ വരും. അതിന്റെ മുമ്പ് മാറണം, നിലപാട് മാറ്റണം. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നിലപാട്, അത് സഹാബത്ത് എന്തൊരു നിലപാടാണോ ജീവിതത്തിൽ കൈക്കൊണ്ടത്, ആ താബീകൾ എന്തൊരു നിലപാടാണോ ജീവിതത്തിൽ കൈക്കൊണ്ടത്, അങ്ങനെ ഒരു നിലപാടിലേക്ക്, അള്ളാഹുവിനും റസൂലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക്, 5 നേരത്തെ നമസ്കാരത്തിൽ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് വരാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെയുള്ള എന്താണ് സഹോദരങ്ങളെ, നന്നായിട്ട് നമ്മൾ ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു മാർഗം ഒന്ന് ഖുർആനാണ്, 2 ദിക്റുകളും ദുആകളുമാണ്. നിങ്ങൾ ആഴ്ചക്ക് വെറുതെ നിൽക്കുമ്പോൾ ദിക്ർ ചെല്ലുക.
അല്ലേ? നമ്മൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ ചെല്ലാൻ കിട്ടുന്ന ഒരു സാധനമല്ലത്. എത്രയോ ഫ്രണ്ട്സ് അല്ലേ, എൻ്റെ ഒരു സുഹൃത്ത് വളരെ ചെറുപ്പത്തിൽ ക്യാൻസർ ആയിട്ട് മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറയാണ്, കുറെ കെലിമ ചൊല്ലിക്കൊടുത്തു, പക്ഷെ പറയാൻ കിട്ടില്ല. ഞാൻ മൂപ്പരനെ അത്ഭുതപ്പെട്ടു. അപ്പൊ അങ്ങനെ പറയാൻ, അത് നമ്മൾ വിചാരിച്ച, നമ്മളിങ്ങനെ കിടക്കണ നേരത്ത്, നിങ്ങൾ മരണാശയിൽ കിടക്കുമ്പോൾ, അസുഖം ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ കിടന്നിട്ട് പ്രയാസപ്പെടുമ്പോൾ, നമ്മുടെ സഹോദരനോ വാപ്പയോ അമ്മയോ മക്കളോ കെലിമ ചെല്ലിത്തരുമ്പോ അത് ചെല്ലാൻ പറ്റിക്കോണമെന്നില്ല. അത് വലിയ ഒരു തൗഫീഖാണ്. അപ്പൊ എന്താണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ ആ ഒരു കെലിമയോട്, ഈ ദിക്റിനോടൊക്കെ ഒരു സ്നേഹമാണ്. ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലി പഠിക്കണം അല്ലേ? ഒരു ചെറിയ കാല് വെച്ചെത്തി അല്ലേ, നമുക്ക് ഒരു മോശമായ സംഗതി വന്നു. അപ്പൊ എല്ലാത്തിലും എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാനുള്ള എത്ര ദിക്റുകളാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ പഠിപ്പിച്ചത് അല്ലേ? ഒരു കാറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയാം അല്ലെ? ഒരു കോണി കയറുമ്പോൾ കാറ്റ്, നമ്മൾ ജീവിതത്തിൽ നടക്കുകയാണെങ്കിൽ ഒന്നുകിൽ നടക്കുക ഒരു കയറ്റേക്കാരം അല്ലെ, ഒരു ലിഫ്റ്റ് കയറുകയാണ്, ഒരു കോണി കയറുകയാണ്, അല്ലാഹു അക്ബർ. ഉയരത്തിൽ കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്ന സുന്നത്താണ്. ഇറക്കിറങ്ങുമ്പോൾ അല്ലേ, അങ്ങനെ ദിക്റുകൾ എത്ര എല്ലാ ടൈം, ഓരോ ടൈമിലുള്ള ദിക്റുണ്ട്, ടൈമില്ലാത്ത ദിക്റുണ്ട്, നിബന്ധനകളുണ്ട്, നിബന്ധനകളില്ലാത്ത എത്ര നമുക്ക് ചെല്ലാം. വെറുതെ ഒരു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇടയ്ക്ക് ചെല്ലി ശീലാക്കണം. അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു തരത്തിൽ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയം ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഏത് സമയവും നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടാം അല്ലേ? നമ്മൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമപ്പെട്ട് അല്ലെ, പെട്ടെന്ന് നമുക്കൊരു ഒരാള് പെട്ടെന്ന് നമുക്കൊരു റിയാക്ഷൻ വരാം, മോശമായിട്ട് പ്രതികരിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തെ ബാധിക്കണം. അതൊക്കെ നമ്മളെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് പടച്ചോന്റെ തൗഫീഖ് തന്നെ വേണം. നമ്മളെ കൊണ്ട് കഴിയൂല അല്ലെ? ഖുർആന്റെ ആയത്തൊക്കെ പരിശോധിച്ചാൽ കാണാം, അള്ളാഹുവിന്റെ റഹ്ബത്തില്ലായിരുന്നു എങ്കിൽ കാണാം അല്ലെ. ഈ റബ്ബത്താണ്, ആ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്ന റബ്ബത്താന്ന് പറഞ്ഞാൽ അറബിയിൽ റിബാത്ത് എന്ന് പറഞ്ഞാൽ, ഈ സർജറിക്കൊക്കെ വരുമ്പം ലിഗമെന്റ് സർജറിക്ക് അറബികൾ റിബാത്ത് എന്നാ പറയാ. കയറാണ് സത്യത്തിൽ റിബാത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ റബ്ബത്താന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് കെട്ടിനാണ് റബ്ബത്താന്ന് പറയാം. അതായത് ഹൃദയത്തെ കെട്ടി ഉറപ്പിച്ചു നിർത്തുക. ഹൃദയത്തിന് ഒരു ഉറപ്പ് നൽകുക. അത് പടച്ചോൻ തന്നെ തരണം, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ചെറിയൊരു അസുഖമുണ്ട്, ചെറിയ മാനസികമുണ്ട്. ഇപ്പൊ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെച്ചാൽ കുറെ അദ്ദേഹത്തിന് ജോലിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രഷറിലാണ്. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ, എന്റെ പ്രതിസന്ധി മാറണമെങ്കിൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ മാറുള്ളൂ എന്ന് തോന്നുക. അതുകൊണ്ട് പടച്ചോനല്ലാത്തൊരു ദൈവത്തെ വിളിച്ചാലോ എന്ന് ഇങ്ങനെ തോന്നുക. നിങ്ങൾ ആലോചിക്ക്, അയാൾ എന്തൊരു വിഷമാണ് അനുഭവിക്കുന്നത്. അയാൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ മാനസികത്തിന്റെ അസുഖത്തിന്റെ പ്രയാസം അയാൾ പറയുന്നത്. അതായത് പടച്ചോനല്ലാത്ത ഒരാളെ വിളിച്ചാലേ എന്റെ പ്രയാസം മാറുള്ളൂ എന്ന് എന്നോട് ഇങ്ങനെ ഒരാൾ പറയാ. ഒരു വിളിച്ചതെന്ന് തോന്നുക, പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്താ ഇനി കാട്ടണമെന്ന് ചോദിച്ചു. വല്ലാത്ത പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മറിയം ബീവിക്ക് ആ ഹൃദയത്തെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ എന്നോടത്ത് റബ്ബത്താന്നാണ്, കയറുകൊണ്ട് കെട്ടി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ കെട്ടി ഉറപ്പിച്ചത് പഴയ കാലത്ത് ഉറപ്പിച്ചാണ് അവർ കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കലാണ്. ഇനി നമുക്ക് ഭാഷയൊക്കെ ഉണ്ട്, ഇത് ഓരോ കാലത്ത് ഓരോന്നല്ല. ആ വന്ന് കെട്ടി ഉറപ്പിക്കാനാല് അപ്പൊ ആ വാക്ക് അങ്ങനെയാണ് വന്നുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ നിരന്തരം പടച്ചവനോട് സഹായം തേടണം. ഈ ആരാധനകളാണെങ്കിൽ ഇതൊക്കെ തൗഫീക്ക് വേണം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാനും സുന്നത്ത് നോമ്പ് നോൽക്കാനും സ്വതക്ക കൊടുക്കാനും ഇതൊക്കെ ഒരു നമുക്ക് പടച്ചോൻ തൗഫീക്ക് തന്നാലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ തൗഫീക്ക് പടച്ചോനെ തരണം. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എനിക്ക് തൗഫീക്ക് തരണേ, നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങളെ, പടച്ചോനെ ഉത്തരം ചെയ്താലേ നമുക്ക് അതിന്റെ തൗഫീക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രകാരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നല്ലോണം വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ സബറാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ബന്ധങ്ങളിലൊക്കെ വിള്ളനാണ്. എന്താ വെച്ചാൽ ആൾക്കാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് മക്കളും പിതാക്കളും മാതാപിതാക്കളും മക്കൾ തമ്മിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും, രണ്ടെണ്ണം ഇങ്ങോട്ട് പറഞ്ഞാൽ നാലെണ്ണം അങ്ങോട്ട് പറയും. നമ്മൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് അള്ളാന്റെ റസൂൽ ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? നബി ചെയ്തത് ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് സ്ത്രീ സഹജമായ ഒരു ഇഷ്ടക്കേടാണ്. പാത്രം എറിഞ്ഞാൽ പൊട്ടിച്ചിട്ട് തട്ടി, അപ്പൊ പാത്രം പൊട്ടി കഷ്ടങ്ങളായി. നിങ്ങൾ ആലോചിച്ച് നമ്മളൊക്കെയാണ് ഒരു കൊണ്ടുവന്ന പാത്രം പെണ്ണുങ്ങൾ തട്ടി പൊട്ടിച്ചു പറഞ്ഞാല് അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും.
ഒന്നുമില്ല, നബി മുണ്ടിയിലെന്നാണ്. മുണ്ടാതെ ആ പൊട്ടി ഓരോ കഷ്ണം എടുത്ത് അവിടുന്ന് കൊണ്ടുപോയിന്നാണ്. ആയിഷ ബീവിക്ക് കരച്ചിൽ വന്നു, സങ്കടമായി. ഒരു പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾ ഏറ്റവും നന്നായി നമ്മളൊരു കസ്റ്റമർ നമ്മളെ കടയിൽ വന്നിട്ട് അവിടെ അലങ്കോലം ഉണ്ടാക്കിയാൽ, മീൻസ് അയാൾ അവന് കുട്ടി മൂത്രയിച്ചു അല്ലേ, എന്താ പറയാ, ഒരു കസ്റ്റമർ നമ്മളെ ഷോപ്പിൽ വന്നിട്ട് കുട്ടി പാമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, കുട്ടി മൂത്രയിച്ചു, നമ്മൾ ചൂടാവോ? നമ്മൾ വളരെ മാന്യമായിട്ട് കുഴപ്പമില്ല, ഒരു ക്ലീനാക്കി, നിങ്ങൾ ക്ലീൻ ആക്കണ്ട, എനിക്ക് സ്റ്റാഫ് ഉണ്ട്, ഞാൻ ക്ലീൻ ആക്കി കൊണ്ടുവന്നോണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര പുണ്യപ്രവൃത്തി ചെയ്യണമാതിരി നല്ല ഉഷാറായിട്ട് ക്ലീൻ ആക്കി കൊടുക്കും. ഒരു വിഷമം നമ്മൾ ഉണ്ടാക്കൂല. നമ്മളെ പരിമർത്ത് നമ്മളെ കുട്ടി മൂത്രയിച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കട്ടെ, നമ്മളെ കുട്ടി മൂത്രയിച്ചാൽ അങ്ങനെയല്ല, കസ്റ്റമർ മൂത്രയിച്ച മാതിരിയല്ല. അപ്പൊ ശരിക്കും നമ്മളെ കുട്ടിക്കാണ് ഈ പ്രിവിലേജ് മൂത്രയിക്കാനുള്ളത്, അത് നമ്മൾ കൊടുക്കൂല. അതുകൊണ്ട് അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? നിങ്ങളുടെ കുടുംബത്തോടാണ്. ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. നമ്മൾ നേരെ തിരിച്ചാ, പുറത്ത് നല്ല പെരുമാറ്റം, അത്ര ഉസാർ ഉള്ളിലുണ്ടാവില്ല. ഉള്ളിൽ നമ്മളെ ഒരു കല്ലിത്തുണിയെടുത്ത് ഒറിജിനൽ പോലേക്കാരം, മറ്റോടത്ത് നമ്മൾ ഒന്നും കൂടി നല്ല ഒരു മാർക്കറ്റിംഗ് ആളേക്കാരം. അപ്പൊ അത് നേരെ തിരിച്ചാണ് വേണ്ടതെന്ന് നബി പറഞ്ഞത്. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് കുടുംബത്തോടാണ്. അപ്പൊ ക്ഷമ നല്ലോണം. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ക്ഷമിക്കുക എന്നുള്ളതല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കോളി, ക്ഷമ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകളില്ല, ഫീ ത്വാഅത്തില്ല. 5 നേരം നിസ്കരിക്കണമെന്ന്, ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് ആണുങ്ങളോടുള്ള കൽപ്പനയാണ്. അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ് ക്ഷമ. അഥവാ അത് ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി നിർത്തണം. ആ നേരത്ത് പന്തളി ഉണ്ടെങ്കിൽ അത് TV ഓഫ് ആക്കണം. ആ നേരത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഏർപ്പാട്, ആരെങ്കിലും കല്യാണോ പരിപാടി എന്തെങ്കിലും വെച്ചാൽ നമ്മൾ പറയണം, ആ നേരം നിസ്കാരത്തിന് നേരാണ്, ആ നേരത്ത് വരാൻ പറ്റൂല. അത് അങ്ങനെ തന്നെയാണ്. നമുക്കൊരു നിലപാടുണ്ട്. നമ്മൾ നിസ്കാരത്തിന്റെ നേരത്ത് അവിടെ നിക്കാഹ് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ ഇന്ന സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചു, അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കുകയാണ്, അപ്പോൾ എല്ലാവരും ഉള്ള മീറ്റിംഗ് ആണ്, എല്ലാവരും ബഹുമത മീറ്റിംഗ് ആണ്, നമ്മൾ മഗ്‌രിബിന്റെ നേരാണ്, അത്ര ഇമ്പോർട്ടൻ്റ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരും. അത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, ആ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കണം. രണ്ടാമത് മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോകാൻ പാടില്ല, അല്ലേ? അതിന് പോകാൻ പാടില്ല. ഒരു മദ്യം വിളമ്പുന്ന സദസ്സാണ്, ആ പരിപാടിക്ക് നമ്മൾ പോകില്ല. അത് പറയാം, മദ്യം ബാറിലാണ് മീറ്റിംഗ് വെച്ചത്, വരാൻ പറ്റൂല എന്ന് പറയാം. അത് വരാൻ പറഞ്ഞാൽ നമ്മളെ നിലപാടാണ്, ഞാൻ വരണോ അത് അവിടുന്ന് മാറ്റണം, അത്ര നമുക്ക് അതിൽ നിലപാടുള്ളൂ. നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്ത്, ഇവരൊക്കെ ആര് സഹോദരങ്ങളെ, ഇവർ നമ്മൾ തീവ്രവാദി എന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങ വരാനാണ്? അള്ളാന്റെ റസൂലിന്റെ അടുത്താണ് എന്ത്, അള്ളാഹ് റസൂല് പഠിപ്പിച്ചു കൊടുത്ത് അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പോയി പണിയൊക്കാൻ പറയണം. ഇതൊക്കെ പടച്ചോൻ പറഞ്ഞാണ്, പോയി ചാത്തോളിയുടെ അതിന്റെ അർത്ഥം. പോയി ചാത്തോളി എന്ന് പറഞ്ഞാൽ എന്താ? കുൽ നബിയെ താങ്കൾ പറയുക, മൂത്തു, നിങ്ങൾ മരിച്ചോളി. അതിന് ശരിക്കുള്ള വാക്ക് ചത്തോളി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. നിങ്ങൾ ഈറടിച്ച് നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോളി, നിങ്ങൾ പോയി ചത്തോളി, അത്രേ ഉള്ളൂ. നമുക്കൊരു നിലപാടുണ്ട്, അള്ളാഹു റസൂൽ എന്താ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കിട്ടൂല. അത് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ്. അത് ജീവിതത്തിന്റെ ഒരു നിലപാടാണ്. എന്ത്, ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പറ്റൂല, അതാണ് ഞാൻ മുസ്ലിമാണ്, എനിക്കത് പറ്റൂല, പലിശ പറ്റൂല, ബാങ്കിൽ നിന്ന് വിളിക്കാണ്, ലോൺ ഉണ്ട്, മറ്റേതുണ്ട്, അങ്ങനെ ആക്കി എത്ര പൈസ കൊടുത്ത് എങ്ങനെ സ്കീമിൽ ചേർന്നാൽ അങ്ങനെ കിട്ടും, ഞാൻ മുസ്ലിമാണ്, എനിക്ക് പറ്റൂല എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ജീവിതം കൊണ്ട്, നിലപാട് കൊണ്ട് നമ്മൾ ഖുർആനിന്റെ ആളായിട്ട് മാറാൻ, ജീവിതം കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ, പ്രവാചകനെ അനുധാവനം ചെയ്യാൻ, ലിതകൂനു ശുഹദാഅ അലന്നാസ്, ജനങ്ങൾക്കിടയിൽ പ്രവാചകന് സാക്ഷികളാകേണ്ടവരാണ്. ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കേണ്ടവർ, വതൻഹൗന അനിൽ മുൻകർ, ദുരാചാരം വെറുക്കേണ്ടവർ, വിലക്കേണ്ടവർ, അതിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ, അതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടവർ, അവരാണ് വജാഹിദു ബില്ലാഹി ഹഖ്ക ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കണം. ഹഖ്ക ജിഹാദി, യഥാർത്ഥ മുറപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ജിഹാദ് ചെയ്യണം, പരിശ്രമിക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ
قرة أعين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم أعنا على ذكرك وشكرك وحسن عبادتك آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.